ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പറ്റി വരുന്ന എലികളെ തുരത്താനുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, സമയം കളയണ്ട. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഞാൻ ഒരു ഇടികളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ടീസ്പൂണോളം ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ അതിൻ്റെ കല്ല് കൊണ്ടൊന്ന് ചതച്ചെടുക്കാം. അതായത് നമ്മുടെ തേയിലപ്പൊടി ഇച്ചിരി തരുന്നുള്ള തേയിലപ്പൊടി ആയത് കാരണം നമുക്ക് കല്ലിൽ വെച്ച് നെടിച്ചെടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പച്ചമുളകും കൂടെ ഞാനൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ല, ഇതേ രീതിയിൽ ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അടച്ചതുപോലെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഈ ബൗളിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് സൂത്രം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇതേ രീതിയിലാണ്, ബ്ലാക്ക് കളർ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് തണ്ടാണെങ്കിലും എടുക്കാം, പക്ഷേ ഇച്ചിരി ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഞാനിവിടെ ചേർത്ത്. ഈ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള പല്ലിയും പാറ്റ എലിയുടെ എല്ലാം ശല്യം പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. തുര ചത്ത് വീട് നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ലൊരു റിസൾട്ട് തരുന്നതാണിത്. അതപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ പഴയ പാത്രം എടുക്കാം. പഴയ പാത്രം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചിരട്ട എടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ചിരട്ട എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ആ ചിരട്ടയുടെ ഉള്ളിൽ ഇച്ചിരി തേങ്ങയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എനിക്ക് തേങ്ങ ഇഷ്ടമായത് കാരണം ഇത് എടുക്കാൻ എലി കയറി വരും. അപ്പോൾ ഇതുകൂടെ വയറ്റിൽ ചെല്ലുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് എല്ലാവരും വീടുകളിൽ കാണുമല്ലോ, വേദനയുടെ എന്തെങ്കിലും ഓയിൻമെൻറ്റ് എന്തെങ്കിലും കാണുമല്ലോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഓയിൻമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൂവ് ഉണ്ടെങ്കിൽ എടുക്കാം. ഏറ്റവും നല്ല എഫക്റ്റ് തരുന്നതാണ് വിക്സ്, ടൈഗർ ബാം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് വെക്കേണ്ട രീതി കൂടെ കാണിച്ചു തരാം. വളരെ നല്ലൊരു എഫക്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ എലികളെ തുരത്തുന്ന ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ്. നമ്മുടെ വീടുകളിൽ പഴയ തറവാടൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ മാത്രമേ എലികൾ പോകത്തുള്ളൂ. കൊല്ലാതെ തന്നെ നമുക്ക് തുരത്താൻ പറ്റുന്ന കുറേ നല്ല നല്ല ടിപ്പുകളാണ് ചാനലിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. എന്നിട്ട് ഞാൻ ഇതിനെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ആ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സൂത്രം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, പാറ്റ ഗുളിക. അപ്പോൾ നമുക്ക് പാറ്റാനെയും പല്ലിനെയും എല്ലാം ഇതും കൂടെ ഒറ്റ യൂസ് ചെയ്ത് നമുക്ക് തുരത്താൻ പറ്റും. അടിപൊളി ടിപ്പാണ്. പല്ലിയുടെ പാറ്റയുടെയൊക്കെ അതുപോലെ എലിയുടെ പെരിച്ചാലിയുടെ ഒക്കെ ശല്യം കുറച്ചാൽ മാത്രമേ പാമ്പൊന്നും നമ്മുടെ വീട്ടിൽ കയറി വരാതിരിക്കത്തുള്ളൂ. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വീടിൻ്റെ പിറകിൽ നമ്മുടെ വീടിനുള്ളിൽ വെക്കുമ്പം നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചിട്ടതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. നമ്മുടെ കുട്ടികളൊന്നും കൈ എത്തുന്നിടത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാറ്റ ഗുളികയും കൂടെ ഒന്ന് പൊടിച്ച് ഈ മിക്സിനകത്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സ് നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ, അല്ലെങ്കിൽ നമുക്ക് പാൽ കവർ, എണ്ണ കവർ, ഏത് കവറിൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ന്യൂസ് പേപ്പറിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ തേച്ച് വെച്ചിട്ട് ഗ്യാസ് അടുപ്പിനടിയിൽ എവിടെയാണ് പല്ലിയുടെ പാറ്റയുടെ എലിയുടെ ഒക്കെ ശല്യം വരുന്നത് അവിടെയൊക്കെ നമുക്ക് കൊണ്ടുവെക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് കോവയ്ക്കയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിലാണ് വെക്കാം. ഈ പച്ചക്കറി എന്ന് പറഞ്ഞ സാധനം ഈ എലികൾക്ക് വളരെ ഇഷ്ടമാണ്. തക്കാളി, കിഴങ്ങ്, അതുകൊണ്ട് സവാള, അതൊക്കെ എന്ത് കിട്ടിയാലും അതുങ്ങൾ അന്നപ്പോൾ തന്നെ കടിച്ച് നശിപ്പിക്കും. നമുക്കൊന്ന് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കി വെക്കും. അപ്പോൾ ഈ കുറേ കോവയ്ക്ക ആയിരുന്നു, ആ കോവയ്ക്ക ഫുള്ള് നശിപ്പിച്ച് കളഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോവയ്ക്കയിലോട്ടാണ് ഞാൻ ഇതിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്യുക. അതിലേക്ക് ഇതേ രീതിയിൽ ഈ മിക്സ് ഒന്ന് വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ തൂവി കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്തത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശർക്കരയുടെ മണമൊക്കെ അടിച്ചിട്ട് വന്ന് ഇത് തിന്നോളും. തിന്നുമ്പോൾ വയറ്റിനകത്ത് പരവേശം മൂത്തിട്ട് അതിറങ്ങി പൊക്കോളും. വീടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതാണ്. ഇത് പല്ലി വരെ നക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഈ തേയിലപ്പൊടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് വളരെ ഇഷ്ടമാണ് തേയിലയുടെ ഇതൊക്കെ. അതാണ് ആ തേയിലപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പാറ്റ ഗുളികയുടെ ഇതെല്ലാം കൂടെ വയറ്റിച്ച് നമുക്ക് ബേക്കിംഗ് സോഡ, വിനാഗിരി അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. എന്നിട്ട് നമുക്കിത് എവിടെയാണ് വെച്ച് കൊടുക്കുക. നമുക്കിത് വേണ്ടി ഇങ്ങനെ ഒന്നിച്ച് ഒട്ടിച്ച് റബ്ബർ ബാൻഡ് വെച്ചൊന്ന് കെട്ടിയാണെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷേ അപ്പോൾ കടിച്ചെടുക്കുക. അത് ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്.
എന്നിട്ടൊരു പഴയ പാത്രമോ അല്ല ചിരട്ടയിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഗ്യാസ് അടുപ്പിനടിയിൽ എവിടെ വേണം വെക്കുക. ഞാനിപ്പോൾ തട്ടിട്ട് പുറത്ത് 2-3 വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിനടിയിലുമാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഇതുപോലൊരു പഴയ പാത്രമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പിനടിയിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് തട്ടിന് മുകളിലും നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഷെൽഫിൻ്റെ ഒക്കെ സൈഡുകളിലും ഒക്കെ ആകുമ്പോഴത്തേക്ക് എലികളുടെ ശല്യം വളരെ കൂടുതലാണ്. അവിടെ എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, കോവയ്ക്ക സഹിതം അത് കഴിക്കുമ്പോൾ ഇതിൻ്റെ വയറ്റിൽ ചെല്ലുമ്പോൾ അതിന് പരവശം എടുത്തിറങ്ങി പൊക്കോളും. അതുപോലെ തന്നെ പല്ലിയാണെങ്കിലും പാറ്റായ്ക്കാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. ഇത് വയറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതെല്ലാം കടിക്കുന്നതാണ് പാറ്റായും പല്ലിയും ഒക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടാണ്. ഇനി ഇതേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ആ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ നേരെ നമ്മുടെ പറമ്പിലാണ് കൊണ്ട് വെക്കുന്നത് കേട്ടോ. ഈ പറമ്പിൽ ചെടിയുടെ ഇടയിൽ ഒരു ചെടി നടന്നതിൻ്റെ ഇടയിൽ മുഴുവനും വലിയ എലിമാളമാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ല, ഈ ഒരു സൈഡിലെല്ലാം മാന്തി എല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ്. അവിടേക്ക് ഞാൻ കൊണ്ട് വെക്കുന്നുണ്ട്. നല്ലൊരു ചെടിയാണ്, ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ ഞാൻ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എലി ഇവിടുന്ന് എടുത്തോളൂ. അതുപോലെ പെടിച്ചാരിയുടെ ശല്യമൊക്കെ വളരെ കൂടുതലായത് കാരണം പൊക്കോളമെന്ന് മാത്രമല്ല, പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, പാറ്റാ ഗുളികയുടെ ഇതിനൊക്കെ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് അടിച്ചിട്ട് വീട്ടിൽ പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ട് ഈ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ.